നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നിങ്ങളുടെ നക്ഷത്ര ഫലങ്ങള് ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ ഭൂരിഭാഗം കാര്യങ്ങളും നടക്കാറില്ല. ജ്യോത്സ്യന്മാർ പറയുന്ന ഈ കാര്യങ്ങൾ നുണയാണ് അല്ലെങ്കിൽ കള്ളമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ജ്യോതിഷ ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ വരാൻ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ വളരെ വിശന്നിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അറിയുന്നു അടുത്ത ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുന്നുവെന്ന്. നിങ്ങൾക്ക് വിശപ്പ് മാറുവാനുള്ള ഒരു വഴി അവിടെ തുറന്നു കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നു വാ കീറിയ ദൈവം ഇരയും തരും എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് ജ്യോതിഷ ആചാര്യന്മാർ പറയുന്ന ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങൾ മാത്രമാണ് ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ മാത്രം നക്ഷത്രം എടുത്ത് അപഗ്രഥിച്ച് അതിന്റെ ഫലമല്ല പറയുന്നതെന്ന് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആ നക്ഷത്രത്തിൽ ആ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൂടെ പറഞ്ഞു പോകുന്നത്. അതിന്റെ ഫലം അനുഭവിക്കുന്നതിനായിട്ട് നിങ്ങൾ ജനിച്ച സമയത്തിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ കണക്കാക്കി വേണം അതിനെ അപഗ്രഥിക്കാൻ. എന്നിരുന്നാലും ഈ ഫലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് എനർജിയെ വലിച്ചെറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ നക്ഷത്രഫലം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇത് എത്രയോ നാളായി ഞാൻ കേൾക്കുന്നു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ആ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശത്രു. നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ വിചാരിക്കുകയാണ്, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല ഫലങ്ങളെ നിങ്ങൾ അതിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവരുടെ വലയത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, അവരിൽ നിന്ന് അകന്നു മാറി നടക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള്. അടുത്തതായിട്ട് നിങ്ങൾ ലക്ഷ്മി ദേവിയെ കണികണ്ട് ഉണരാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിന് ചേർന്ന നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ ആ നക്ഷത്രത്തിന്റെ മൃഗം, പക്ഷി, പുഷ്പം ഇങ്ങനെ ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ നക്ഷത്രത്തിൽ വരുന്ന ദേവത ഏതാണോ ആ ദേവതയെ പ്രാർത്ഥിക്കുകയോ ഉപാസിക്കുകയോ ഒക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിലുള്ള നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ എത്തുകയും എന്നാൽ ചീത്ത ഫലങ്ങളുടെ കാഠിന്യം കുറയുകയും ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. താൻ പാതി ദൈവം പാതി എന്ന തന്റെ പാതി താൻ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നക്ഷത്രഫലം കേട്ട് കഴിയുമ്പോൾ ജ്യോതിഷന്മാരെ മാത്രം കുറ്റം പറയാതെ താങ്കളുടെ പാതിയും കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി മുതൽ നക്ഷത്രഫലം കേട്ട് കഴിയുമ്പോൾ ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത് തെറ്റാണെന്ന് ധരിക്കും. ഇത് എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് ഇമേൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ആ ഫലങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ്. ചീത്ത ഫലങ്ങളാണെങ്കിൽ അതിന്റെ കാഠിന്യം കുറഞ്ഞും വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾക്ക് കാണാം. നന്ദി, നമസ്കാരം.